നമ്മൾ ഈ പ്രാവശ്യം നാട്ടിൽ ചെന്നപ്പോൾ തൊട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന കമൻറ്റ് അല്ലെ ഏറ്റവും കൂടുതൽ വന്നൊരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ലിറ്റി പിള്ളേരുടെ ഹോളി കമ്മ്യൂണിയൻ്റെ വീഡിയോ എന്തേന്നുള്ളായിരുന്നു കേട്ടോ. സോ ഫൈനലി ഇതേ വീഡിയോ ഞാൻ എന്താ പറയുക റിലീസ് ചെയ്യുവാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ വീഡിയോ അല്ല, ഇതൊരു ടീസറെന്നോ അല്ലെങ്കിൽ ഇതൊരു ഹൈലൈറ്റ് എന്നൊക്കെ പറയും, ഒരു ഷോർട്ട് വീഡിയോ ആണ്. ഞാൻ ഇത്ര ഇത് ഡിലേ ആവാൻ വേണ്ടിയിട്ടുള്ള കാരണം പിള്ളേരുടെ ഹോളി കമ്മ്യൂണിന് വേണ്ടി ശരിക്കും പറഞ്ഞ് ഒരു വർഷമായിട്ടുള്ള പ്രിപ്പറേഷനായിരുന്നു. നാട്ടിൽ ഈ പ്രാവശ്യം വെക്കേഷന് പോകുമ്പം നാട്ടിൽ നടത്തണമെന്ന് നമ്മുടെ വലിയ ആഗ്രഹമായിരുന്നു. കൊച്ചു ഹോളി കമ്മ്യൂണിന് വേണ്ടിയിട്ട് വേദോട ക്ലാസ്സൊക്കെ പഠിച്ചത്, കാറ്റഗിസം പഠിച്ചതൊക്കെ അബുദാബിയിലാണേലും അത് നാട്ടിൽ നടത്തണമെന്ന് നമ്മൾ രണ്ടുപേരുടെയും പേരൻസിൻ്റെ വലിയ ആഗ്രഹം, പിന്നെ നമ്മുടെ വല്യപ്പൻ്റെയും വല്യമ്മയുടെ ഒക്കെ ആഗ്രഹം അങ്ങനെ ആയിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കമായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുമ്പോൾ അതിൻ്റെ അത്രയും നല്ലൊരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു. എൻ്റെ ഫോണിൽ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടില്ല, കാരണം കൊച്ചിൻ്റെ അമ്മയായിപ്പോയില്ലേ. പിന്നെ ഇതിൻ്റെ വീഡിയോ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു, അതുകൊണ്ടൊക്കെ അത് താമസിച്ചു കേട്ടോ. നിങ്ങൾക്കുള്ള ആ ഒരു ക്യൂരിയോസിറ്റി എനിക്ക് മനസ്സിലാകും. നിങ്ങൾ വെയിറ്റ് ചെയ്തതിന്, നിങ്ങൾ ഒത്തിരി അന്വേഷിച്ചതിനൊക്കെ ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഇതാണ് ഫൈനലി ആ വീഡിയോ. ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ പുറകെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തൽക്കാലം ഇത് കണ്ട് തൃപ്തിപ്പെടുക. പിന്നെ ഇതിനകത്ത് എന്താ പറയേണ്ടത്, ഇതിനകത്ത് ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഡൗട്ടുകൾ, ഒത്തിരി ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാകും. നിങ്ങളുടെ ക്വസ്റ്റ്യനൊക്കെ കമൻറ്റായിട്ട് ചോദിക്കുക, ഞാൻ പറയാം. എനിക്ക് പറ്റുന്ന പോലെ അതിനൊക്കെ ഞാൻ ആൻസർ ചെയ്യാം. ഇതിനകത്ത് ഞങ്ങളുടെ കൊച്ചിൻ്റെ മാത്രമല്ല, 2 പേരുണ്ട്. ജേഡുവിൻ്റെ കൂടെ ജോയലിൻ്റെ കൂടെ ഹോളി കമ്മ്യൂണിയനാണ്. ജോയൽ എന്ന് പറഞ്ഞാൽ എൻ്റെ സിസ്റ്റർ ലിനുവിൻ്റെ കൊച്ചാണ്. അവർ കുവൈറ്റിലാണ്. അപ്പോൾ അവരുടെ 2 പേരുടെയും ഹോളി കമ്മ്യൂണിയൻ ഒന്നിച്ച് നാട്ടിൽ നടത്തണമെന്ന് ഞങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് നടത്തിയത്. ഹോളി കമ്മ്യൂണിയൻ ജസ്റ്റിയുടെ ഇടവക പള്ളിയിൽ, അതായത് ഞങ്ങളുടെ ഇടവക ആനിക്കാട് സെൻറ്റ് മേരീസ് ചർച്ച് വെച്ചിട്ടായിരുന്നു. ജൂലൈ 12-ാം തീയതി നമ്മൾ നാട്ടിൽ ചെന്നിട്ട് അധികം ദിവസങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ്, പിന്നെ അതിൻ്റെ ഇടയിൽ കല്യാണം, മധുരം വെപ്പ്, എന്താ പറയുക, പള്ളിയിൽ പോയി വേദോടം പറഞ്ഞ് കേൾപ്പിക്കൽ, പിന്നെ പിള്ളേരുടെ ഡ്രസ്സ് എടുക്കാൻ പോക്കൽ, അത് തയ്ക്കാൻ കൊടുക്കൽ എന്ന് വേണ്ട മൊത്തത്തോടെ ഒരു ടൈറ്റ് ഷെഡ്യൂളായിരുന്നേ. അതുകൊണ്ടാണ് എന്താ പറയേണ്ടത്, ഇതൊക്കെ ഇത്രയും ഡിലേ ആയത്. അങ്ങനെ ഫൈനലി വീഡിയോ റെഡി ആയിട്ടുണ്ട്, ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട്. ഇത് വന്നപ്പോൾ തൊട്ട് ഞാൻ അതിനേക്കാൾ എക്സൈറ്റ്മെൻറ്റിൽ അതൊന്ന് എന്നാണ് ഇടാൻ പറ്റുന്നതെന്ന് വിചാരിച്ചിട്ട് ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായിട്ട് വന്നിടുവേന്ന് പറഞ്ഞ പോലെ കുറച്ച് ലേറ്റായി പോയെന്നറിയാം, ക്ഷമിക്കുക. ലേറ്റസ്റ്റായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എന്നാ പറയണ്ടേ, എനിക്കറിയത്തില്ല. ശരിക്കും കുറച്ച് എൻ്റെ വർത്തമാനം പോലും കുറച്ച് ആർട്ടിഫിഷ്യലായി പോയോന്ന് എനിക്കൊരു ഡൗട്ട്. ശരിക്കും പറഞ്ഞാൽ പിള്ളേരെക്കാളും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്കായിരുന്നത് പറയാൻ കേട്ടോ. നമ്മൾ ഇവിടെ നിന്നെല്ലാം പ്ലാൻ ചെയ്തിട്ട് നാട്ടിൽ ചെന്നിട്ടേ അതെല്ലാം കോർഡിനേറ്റ് ചെയ്യാനുള്ള പാടുകൾ, പിന്നെ പ്രോഗ്രാമിൻ്റെ ഫംഗ്ഷൻ്റെ അന്ന് മഴ പെയ്യുമോ എന്നുള്ള ടെൻഷൻ, ഫംഗ്ഷനെ വിളിച്ചവർക്കൊക്കെ സമയത്തിന് പള്ളി വരാൻ പറ്റുമോ എന്നുള്ള ടെൻഷൻ, നമ്മൾ സമയത്ത് പള്ളിയിൽ ഒരുങ്ങി ചെല്ലുമോ എന്നുള്ള ടെൻഷൻ, എനിക്കറിയില്ല. ടെൻഷനും സന്തോഷവും എന്ന് പറഞ്ഞ എക്സൈറ്റ്മെൻറ്റോ എല്ലാം കൂടെ കൂടിയിട്ടുണ്ടല്ലോ. എന്നതാണേലും നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ നല്ല ഭംഗിയായിട്ട് പരിപാടിയെല്ലാം നടന്നു. എല്ലാം നല്ല അടിപൊളിയായിരുന്നു. എന്താ പറയേണ്ടത്, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിള്ളേർ അതിനേക്കാളും ഹാപ്പി ആയിരുന്നു. പിള്ളേരുടെ ജീവിതത്തിലെ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. പിള്ളേരുടെ മാത്രമല്ല, നമ്മൾ പേരൻസിനും ഫാമിലിക്കും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലെസ്ഡ് മൊമെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ 2 പേരുടെ ഫാമിലി, എൻ്റെ ഫാമിലി, ജസ്റ്റിയുടെ ഫാമിലിയൊക്കെ ഒന്നിച്ചുള്ളൊരു ഗ്യാതറിങ്ങും ഒരു ബോണ്ടിങ്ങും, എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ എത്ര നാൾ കൂടിയിട്ടാണ് കാണുന്നല്ലേ. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി എൻജോയ് ചെയ്തു. അപ്പോൾ പരിപാടി ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ ലോങ് വീഡിയോ ഞാൻ പിന്നെ ഇടാം. പിന്നെ പ്രോഗ്രാമിൻ്റെ കുറച്ച് ഫോട്ടോസും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. വീഡിയോസും ഫോട്ടോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ കമൻറ്റായിട്ട് എന്നോട് ചോദിച്ചോളുക. പിന്നെ എന്താ പറയണ്ടേ, എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് പറയാൻ ഇപ്രാവശ്യം ഞാൻ വേർഡ്ലെസ്സും വാക്ക്ലെസ്സും ഒക്കെ ആയി പോകട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് എനിക്കൊരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റാതെ നിന്ന് പോകുന്നില്ല, ഒന്നും പറയാൻ പറ്റാതെ വരുന്നത്. എന്ത് ചെയ്യും, ഞാൻ വിചാരിക്കുമായിരുന്നു ഒരു കുഞ്ഞു വീഡിയോ, ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു ഷോർട്ട് വീഡിയോ ആണ്. ഈ ഷോർട്ട് വീഡിയോ ചെയ്തപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലോങ് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും മല്ലയ്യ, നിങ്ങൾ പറ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ. ഞങ്ങളുടെ സാരിയും ഡ്രസ് കോഡും കളറും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അത് ഞാൻ എക്സൈറ്റഡാണ്, നിങ്ങൾ എന്ത് കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ, അപ്പോൾ ശരി, എന്നാൽ പോയേച്ചും വരാം.